ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രീതിയെ നോക്കി നിൽക്കാൻ കേട്ടോ നമ്മുടെ ആകാശ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ലാവണ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഏതാ ഇവർ കണ്ടിട്ട് നാട്ടിൻപുറം സെറ്റപ്പ് പോലെ ഉണ്ടല്ലോ, ഇവരെ അറിയില്ലേ, നിങ്ങളെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ശ്രുതിയുടെ ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ, ഏത് ശ്രുതി, നമ്മുടെ കാർട്ടൂൺ ബേബിയോ എന്ന് ലാവണ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, കാർട്ടൂൺ ബേബി, അവൾക്ക് പറ്റിയ പേര് തന്നെ എന്ന് പറഞ്ഞിട്ട് മനോരമ ചിരിക്കുകയാണേ. ലാവണ്യയുടെ സാരിയും ബ്ലൗസൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. യു ലുക്ക് ബ്യൂട്ടിഫുൾ ലൈക്ക് മീ. എന്ത് രസമാണ് സാരിയൊക്കെ കൊടുത്തിട്ട് ലാവണ്യയെ കാണാൻ. ഞാനിങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എനിക്കിഷ്ടം സിമ്പിൾ ഡ്രസ്സാണ്. ഐ ആം വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയാൻ കേട്ടോ മനോരമ. തുടർന്ന് ശ്രുതി അഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണേ. അഞ്ജലി മേഡം ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം മാറ്റിയതല്ല കേട്ടോ താലം, അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല ശ്രുതി, ഞാനിത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇത് തിരിച്ചു കിട്ടിയല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ എനിക്ക് എൻ്റെ ഭർത്താവ് സമ്മാനിച്ചതായിരുന്നു ഈ താലം. അത് നഷ്ടപ്പെട്ടതായിട്ട് ഓർക്കാൻ കൂടി എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അഞ്ജലി. ഒരുപാട് നന്ദിയുണ്ട് ശ്രുതി, നീ കാരണം എനിക്ക് ഈ താലം തിരിച്ചു കിട്ടി. അതിൽ ഏട്ടന് വേണ്ടിയിട്ട് പൂജിച്ച ഒരു ചരടുണ്ടായിരുന്നു. ഞാൻ ഈ താലം നഷ്ടപ്പെട്ടെന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയണേ. ഇനിയിപ്പോൾ ഏട്ടനും കൂടി എത്തേണ്ട താമസമേ ഉള്ളൂ. തുടർന്ന് ശ്യാമാണെങ്കിൽ അമ്മായിയെ ഫോൺ വിളിക്കുകയാണ്. എന്താ ശ്യാമോനെ എന്ന് ചോദിക്കുമ്പോൾ, ശ്രുതിയും പ്രീതിയും വീട്ടിൽ തിരിച്ചെത്തിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശ്യാം. അവർ ഇതുവരെ എത്തിയിട്ടില്ല, അമ്പലത്തിൽ വളരെ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും എത്താത്തതെന്ന് പറയണേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശ്യാമോനെ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചു നോക്കിയത് അവരെത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. ശ്രുതി അഞ്ജലിയുടെ കയ്യിൽ താലം കൊടുത്തതിന് ശേഷം, എന്നാൽ ഞങ്ങൾ പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ശ്രുതി, വ്രതം തുടങ്ങിയ അമ്പലത്തിൽ നിന്ന് തന്നെ വ്രതം മുറിക്കുന്നതല്ലേ നല്ലത് എന്ന് അഞ്ജലി ചോദിക്കുകയാണ്. കൂടാതെ പ്രീതിയും പറയുന്നുണ്ട്, ശ്രുതി നിനക്കിപ്പോൾ വളരെ ക്ഷീണിതയാണ്, ഇനിയിപ്പോൾ മറ്റൊരു അമ്പലത്തിൽ പോകാനൊന്നും പറ്റില്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ വ്രതം മുറിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ശ്രുതി ഇങ്ങനെ ഇടയ്ക്ക് ASRനെ നോക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ നിങ്ങൾ ഭഗവാൻ ഒരു പുഷ്പാർച്ചന നടത്തൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ശ്രുതിയെ അമ്പലത്തിലേക്ക് വിടുകയാണേ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി വേഗം പൂജ ചെയ്യാൻ നോക്ക്, എന്നിട്ട് വ്രതം മുറിക്കാൻ നോക്ക്, ഏട്ടൻ വന്നോളൂ എന്ന് പറയുമ്പോൾ, എന്നെ അതിനു വേണ്ടി ആരും നിർബന്ധിക്കണ്ട, ഏട്ടൻ വന്നിട്ടേ ഞാൻ പൂജ തുടങ്ങുള്ളൂ, വ്രതം മുറിക്കുള്ളൂ, അതെൻ്റെ ശബ്ദമാണെന്ന് പറയാണ് കേട്ടോ അഞ്ജലി. ശ്യാമാണെങ്കിൽ വീണ്ടും ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്താ ശ്രുതി, നിങ്ങളുടെ പൂജ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ഇവിടെ നിന്ന് തന്നെ വ്രതം മുറിക്കണം എന്ന് അഞ്ജലി മാഡത്തിന് ഒരേ നിർബന്ധം. ഞങ്ങളുടെ പൂജ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങും, അധികം സമയം എടുക്കില്ല എന്ന് പറയാം കേട്ടോ ശ്രുതി. വേഗം ഇറങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി കിട്ടില്ല, അമ്മായി നിങ്ങളെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. അഞ്ജലി ആണെങ്കിൽ, എന്താ ഏട്ടൻ എത്താത്ത കുഞ്ഞാ എന്ന് പറയുമ്പോൾ അശ്വിൻ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. ചേട്ടാ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അഞ്ജലിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ഏട്ടാ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ തൊട്ടടുത്തുണ്ട് രാജകുമാരി, ഉടനെ എത്തുമെന്ന് പറയണേ. ഉടനെ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വ്രതം മുറിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രനടയിൽ നിൽക്കുമ്പോൾ പൂജാരി എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തിട്ട് വ്രതം മുറിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലി വാങ്ങുന്നില്ല കേട്ടോ വെള്ളം. ഏട്ടൻ വന്നിട്ട് വ്രതം മുറിക്കൂ എന്ന വാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ലാവണ്യ വരുന്നുണ്ട്. ദാറ്റ്സ് യുവർ ടൈം ASR, എൻ്റെ വ്രതം മുറിക്കാൻ സഹായിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ വാങ്ങിയിട്ട് എനിക്ക് പ്രസാദം തൊട്ടുതാ എന്ന് പറയണേ അശ്വിനോട്. അപ്പോൾ അശ്വിൻ ചെന്നിട്ട് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്തിട്ടാണ് ലാവണ്യ തിരിച്ചു പോകുന്നത്. അപ്പോഴും നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, ചേച്ചി വ്രതം മുറിക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല കുഞ്ഞാ, ഞാൻ വ്രതം മുറിക്കില്ല, ഏട്ടൻ വന്നിട്ടേ മുറിക്കൂ, എന്തായാലും എൻ്റെ ഭർത്താവ് ഇന്ന് ഇവിടെ വരും, അല്ലാതെ ഞാൻ വ്രതം മുറിക്കില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ വരുന്നത് കേട്ടോ. ചേട്ടൻ മറ്റാരുമല്ല, ശ്യാമാണ് കേട്ടോ. അതിനിടയ്ക്ക് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ശ്യാം വരുന്ന, എനിക്കറിയായിരുന്നു ഏട്ടൻ വരുമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലി. എൻ്റെ മഹാറാണിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, നീ ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, നമുക്ക് വേഗം വ്രതം മുറിക്കാന്നൊക്കെ പറയാം കേട്ടോ ശ്യാമ.
അവിടെ എത്തുമ്പോൾ ശ്യാം ഞൊണ്ടിയാണ് കേട്ടോ നടക്കുന്നത്. അഞ്ജലി ചോദിക്കുന്നുണ്ട്, ചേട്ടൻ്റെ കാലിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, ഇപ്പോൾ ഭേദമാവാറായി, നടക്കുമ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യരുത് എന്നൊക്കെ അത് വീട്ടിലെത്തിയിട്ട് ബാക്കി പറഞ്ഞു തരാമെന്നൊക്കെ പറയണേ. എന്നിട്ട് അഞ്ജലിയുടെ വ്രതം മുറിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ശ്രുതിയാണെങ്കിൽ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ലക്ഷ്മി നഗറിലേക്ക് പോവാന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് വീണ്ടും താലെടുക്കാൻ മറന്നു പോവാണ്. എൻ്റെ ശ്രുതി, നിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഓടി വരുമ്പോണ്ട് ആകാശ് താലവുമായിട്ട് വരുന്നത്. എനിക്ക് മനസ്സിലായി ഇത് ശ്രുതിയുടേതായിരിക്കും, അതാണ് എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയാണ് കേട്ടോ ആകാശ്. അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്, വന്നാൽ പരിചയപ്പെട്ടിട്ട് പോവാമെന്ന് പറയുമ്പോൾ അത് പിന്നീടാവാ, ഞാൻ തീരെ സമയമില്ല, അമ്മായി അവിടെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി ഓടിപ്പോവാണ് കേട്ടോ. തുടർന്ന് ശ്രുതി ഓടിപ്പോയി ഓട്ടോയിൽ കയറുകയാണ്. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് വന്ന കാര്യം. അപ്പോൾ പ്രീതി പറയുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി, ഇപ്പം തന്നെ ലേറ്റായി, ഇനിയും വൈകിയ അമ്മായിയുടെ വഴക്ക് കേൾക്കേണ്ടി വരും എന്നൊക്കെ പറയണേ. ഇവർ ഈ പറയുന്ന സമയം തന്നെയാണ് അഞ്ജലിയും അശ്വിനും ശ്യാമും ഒക്കെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്നത്. നമ്മൾ വിചാരിക്കും ഇപ്പം ശ്യാമിനെ കാണുമെന്ന്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. ഇവർ ഓട്ടോയുടെ അടുത്ത് എത്തലും ശ്രുതി പറയുന്നുണ്ട് വണ്ടി പൊക്കോളം പറയണേ. അങ്ങനെ ഓട്ടോ വിട്ടു പോവാണ്, ഇവരാരും കാണുന്നില്ല കേട്ടോ. അങ്ങനെ അഞ്ജലിയോട് ശ്യാമിൻ്റെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് മനോരമ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ അശ്വിൻ്റെ വണ്ടിയിലും കയറി പോകുമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. തുടർന്ന് ശ്രുതി വീട്ടിലെത്തുമ്പോൾ അമ്മായിനോട് ഒന്ന് എന്തെങ്കിലും എടുത്തു വെക്ക്, ചെന്നിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തൊരു പെണ്ണാ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ഞാനൊരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് കൈയൊക്കെ കഴുകി വന്നിരുന്ന് ചപ്പാത്തി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, ശ്യാം സാർ എപ്പോഴും വരും അമ്മായി, അതെന്താ നീ ശ്യാമിനെ കുറിച്ച് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളമ്പി വെക്കായിരുന്നു എന്ന് പറയാം കേട്ടോ ശ്രുതി. അപ്പോൾ അങ്ങനെ അമ്മായി മനസ്സിലോർക്കുന്നുണ്ട്. എന്തായാലും വ്രതം എടുത്തതിനൊരു കാര്യമുണ്ടായി, വ്രതം മുറിച്ചപ്പോൾ തന്നെ ശ്യാമിനെ ആണല്ലോ ഇവൾ അന്വേഷിക്കുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.